വാർത്തയാണ്. രാജ്യത്ത് വിമാന ടിക്കറ്റ് നിരക്ക് ഉയരും. ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയും എയർ എക്സ്പ്രസും ഇന്ധന സർചാർജ് ഈടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റന്നാൾ മുതൽ ടിക്കറ്റ് തുകയ്ക്കൊപ്പമായിരിക്കും സർചാർജ് ഈടാക്കുക. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, സാധാരണക്കാർക്ക് വീണ്ടും പ്രതിസന്ധിയാകുന്ന തീരുമാനങ്ങൾ. ഈ ഊർജ്ജ പ്രതിസന്ധി അത് വ്യോമമേഖലയിലും ബാധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ധന സർചാർജ് ഈടാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 12 മുതൽ ടിക്കറ്റ് തുകയ്ക്കൊപ്പമായിരിക്കും ഈ സർചാർജ് ഈടാക്കുക. ഇതോടുകൂടി തന്നെ വിമാന ടിക്കറ്റ് നിരക്കിന്റെ വർധനവ് ഉണ്ടാകും. വ്യാഴാഴ്ച പുലർച്ചെ 1 മുതൽ ബുക്ക് ചെയ്യുന്ന ആഭ്യന്തര സർവീസുകൾ ടിക്കറ്റുകൾക്കൊപ്പം 399 രൂപ അധികമായി ഈടാക്കാനാണ് ഇപ്പോൾ എയർ ഇന്ത്യയും അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസും തീരുമാനിച്ചിരിക്കുന്നത്. ഏവിയേഷൻ ഇന്ധനത്തിന്റെ വില കുതിച്ചുയർന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ പരിധിക്കപ്പുറമുള്ള കാരണങ്ങളാൽ വേണ്ടിവന്ന ഈ തീരുമാനത്തിൽ കമ്പനി ഖേദവും പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും എയർ ഇന്ത്യക്കും എയർ ഇന്ത്യ എക്സ്പ്രസിനും പിന്നാലെ മറ്റ് വിമാന കമ്പനികളും സമാനമായ നടപടിയും അതുപോലെ തന്നെ തീരുമാനവും എടുക്കുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മാലദ്വീപ്, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ സാർക്ക് രാജ്യങ്ങൾക്കും ഇതേ നിരക്ക് ബാധകമാകുമെന്നും ഇപ്പോൾ ഊർജ്ജ പ്രതിസന്ധി ബാധിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.